അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പൊള്ളത്തരമെന്ന് തെളിയുന്നു. മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടികൾ ഒച്ചിഴയുന്ന വേഗത്തിലാണ്. 5776 അതിദരിദ്ര കുടുംബങ്ങളിൽ വീടും സ്ഥലവും ലഭ്യമാക്കാനായത് 412 കുടുംബങ്ങൾക്ക് മാത്രം. ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി കണ്ടെത്താൻ ലാൻഡ് പർച്ചേസ് ഫെസിലിറ്റേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഉത്തരവിറക്കി സർക്കാർ. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, അതിദാരിദ്ര്യം തുടച്ചു നീക്കും എന്നാണ് സർക്കാർ പലപ്പോഴും പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ പ്രഖ്യാപനങ്ങളൊക്കെ പൊള്ളത്തരമാണ് എന്ന് തെളിയുന്ന കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികളൊക്കെ ഒച്ചിഴയുന്ന വേഗത്തിലാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിദരിദ്ര കുടുംബങ്ങളിൽ വീടും സ്ഥലവും ലഭ്യമാക്കാനായത് 412 കുടുംബങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ കണക്കുകൾ പ്രകാരം അത് 5776 പേർക്കാണ് നൽകേണ്ടിയിരുന്നത്. അതിൽ വെറും 412 പേർക്കേ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്താണ് ടിൻഡു കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രധാന അജണ്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്തെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്തെ പ്രഖ്യാപനങ്ങൾ ഒന്നായിരുന്നു സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കുക എന്നത്. 2025 നവംബർ 1-ാം തീയതി സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും അതിദാരിദ്ര്യത്തെ തുടച്ചു മാറ്റുമെന്ന് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും പല പൊളിറ്റിക്കൽ പ്രസംഗ വേദികളിലും പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ്. ഇതിൽ 5776 അതിദാരിദ്ര്യരുണ്ടെന്നാണ് പട്ടിക പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത്. അത് ലാൻഡ് റവന്യൂ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടെത്തി അത് സർക്കാരിന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ 416 പേർക്ക് മാത്രമാണ് ഈ വീടും സ്ഥലവും അല്ലെങ്കിൽ അതിദാരിദ്ര്യ പട്ടികയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഒഴിവാക്കാനായിട്ടുള്ളത്. അതായത് വെറും 7.1% അതിദാരിദ്ര്യരെ മാത്രമാണ് നല്ലൊരു ബെറ്റർ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. അതിന് 93% അല്ലെങ്കിൽ 92% അതിദാരിദ്ര്യ പട്ടിക അല്ലെങ്കിൽ പട്ടികയിൽ 92% ആളുകൾ ഇപ്പോഴും സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ ഈ വ്യക്തമായ രീതിയിലുള്ള പുനരധിവാസമോ അല്ലെങ്കിൽ സ്ഥലമോ വീടോ ഇല്ലാതെ അതിദാരിദ്ര്യയുടെ പട്ടികയിൽ കടക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും അതിദാരിദ്ര്യരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കാനും അവരെ കണ്ടെത്താനും അവരെ പട്ടികപ്പെടുത്താനും ഒക്കെ വിവിധ തരത്തിലുള്ള വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഈ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്, ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് പ്രത്യേക പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, മൈക്രോ പ്ലാനുകൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം ഏതാണ്ട് 5 വർഷം ഇത്തരത്തിൽ അതിദാരിദ്ര്യരെ കണ്ടെത്തുക എന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2025 ആകുമ്പോഴേക്കും അതിലെ 7% ആളുകൾക്ക് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ അതിദാരിദ്ര്യരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഏതാണ്ട് 8 മാസം മാത്രമാണ് 2025 നവംബർ മാസം അവസാനിക്കാൻ കാത്തിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 92% ആളുകളെ ഇത്തരത്തിൽ ഈ പട്ടികയിലുണ്ട്. അവരെ ഈ പറയുന്ന പോലെ അതിദാരിദ്ര്യരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നല്ല മികച്ച നിലവാരമുള്ള ജീവിതം കൊടുക്കാൻ സർക്കാരിന് കഴിയണം. സർക്കാരിൻ്റെ മുഖമുദ്രയായിട്ടുള്ള പദ്ധതിയാണ് അതിദാരിദ്ര്യരെ സംസ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കുക എന്ന്, അല്ലെങ്കിൽ അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന്. പക്ഷേ ഈ 5 മാസം അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ 92% ആളുകളെ എങ്ങനെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നല്ലൊരു മികച്ച ജീവിതം നൽകി അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതിദാരിദ്ര്യരെ കണ്ടെത്തുന്നതും അതിനു വേണ്ടിയിട്ട് പട്ടികകൾ തയ്യാറാക്കുന്നതും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്നതും വിവിധ പദ്ധതികൾ രൂപീകരിക്കുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിലെ 1-2 പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികം വിവിധ തരത്തിലും അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിൽ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പദ്ധതിയാണ്. ഇതിന് വ്യക്തമായ കണക്കൊന്നുമില്ല. എത്ര രൂപ ഈ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കി, എത്ര രൂപ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കൊടുത്തു, എത്ര രൂപ മൈക്രോ പ്ലാനുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി, എത്ര രൂപ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി, അതിന് വ്യക്തമായ കണക്കൊന്നുമില്ല. ആ ഒരു വ്യക്തമായ കണക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ 8 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലാൻഡ് റവന്യൂ കമ്മീഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. വീണ്ടും അതിദാരിദ്ര്യരുടെ പട്ടിക കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ അതിദാരിദ്ര്യം കണ്ടെത്തുന്നതിനും അത് പട്ടികപ്പെടുത്തുന്നതിനുമായിട്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അധിക സാമ്പത്തിക ചെലവാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ സർക്കാർ അല്ലെങ്കിൽ മുന്നോട്ട് പോയ സർക്കാർ കാണിക്കുന്നത്. വളരെ സാമ്പത്തികമായിട്ട്
ഒട്ടും ഭദ്രതയില്ലാത്തൊരു പദ്ധതിയാണ് നടപ്പിലാക്കി കൊണ്ടുപോകുന്നത്. പക്ഷേ ആദ്യം തയ്യാറാക്കിയ പട്ടികകൾ വെച്ചുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പദ്ധതിയാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും ധനസഹായം പ്രഖ്യാപിച്ചു, പല ഘട്ടങ്ങളിലും പദ്ധതി രൂപീകരണം വീണ്ടും അത് രൂപീകരിക്കുന്നു, വീണ്ടും കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. അത്തരത്തിൽ വീണ്ടും വീണ്ടും ഇതിനെ ഇങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് അധിക ധനസഹായം കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ഒരു 10% കൂടുതൽ ആളുകളെ പോലും മികച്ച ജീവിത നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന 5776 പേരടങ്ങുന്ന അതിദാരിദ്ര്യരുടെ പട്ടികയിൽ നിന്നും ഒരു മികച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും ഒരു പട്ടിക തയ്യാറാക്കുന്നതിന്, വീണ്ടും ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം അധിക സാമ്പത്തിക ചിലവാണ്. കാരണം അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് ഈ അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ സർക്കാർ പ്രഖ്യാപനം നടത്തുമ്പോഴും കൃത്യമായി അത് കണ്ടെത്താനുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല ദുർഗ, 5776 അതിദരിദ്ര കുടുംബങ്ങളിൽ ഇപ്പോൾ ഇതുവരെ വീടും സ്ഥലവും നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് വെറും 412 എന്നിട്ട് ഇപ്പോൾ ടിൻഡു പറയുന്ന അനുസരിച്ച് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പിന്നീടും ഒരു കമ്മിറ്റി കൂടി രൂപീകരിക്കുകയാണ്. ഇതൊക്കെ അധിക സാമ്പത്തിക ചിലവ് തന്നെയാണ്. പ്രായോഗികമായി കാര്യങ്ങളൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.